പെട്ടി വേണോ ചിട്ടി വേണോ? അയ്യോ ഒന്ന് പതുക്കെ പറ, അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. രണ്ട് വള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്. മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പ് അല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി, ചേട്ടനെ പോന്നു. ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി. എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈമണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽപേട്ട സെൻട്രൽ ജയിലിൽ 2 ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിരടാ കളിക്കിനെ പന്നി. നിർത്തടാ നിന്റെ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ. വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്. നീ ഓടാ അവിടുന്ന് വെട്ടിപ്പെട്ടി. വയറ്റിപ്പഴപ്പിന് വേണ്ടി ആടാനോ പാടാനോ വരുന്ന പെമ്പിള്ളേരെ സംഘം ചേർന്ന് അപമാനിക്കും അല്ലടാ. ഇങ്ങോട്ട് വാ. സന്തോഷമുള്ളൊരു വർത്തമാനം കേൾക്കണം. മാമൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഉഗ്രം കാഴ്ചയുണ്ട്. അമ്പലക്കടം കമ്പും കോലൊക്കെ വെച്ചിട്ട് 4-5 ആൾക്കാർ കൂടി ഒരുത്തനെ പെരുമാറുന്നു. ആളാതാന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടരുത്. പറയട്ടെ, നമ്മുടെ ശത്രു ചക്കപ്പുഴ കഥാകരണം ജയദേവൻ. ഇനി അവൻ അധികകാലം കഥ പറയും തോന്നുന്നില്ല. അതിന് മാത്രം കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്റെ മോളെ എന്തുമാതിരി തല്ല അവന്മാർ തല്ലിയത്. ഒന്നില്ലെങ്കിലും നമ്മളെപ്പോലെ വയറ്റിപ്പഴുപ്പിന് വന്നവനല്ലേ പാവം.
എന്റെ ഭഗവതിയാണ് സത്യം. മോള് പിണഞ്ഞാലും വേണ്ടില്ല, എന്നെ ഇവിടെ ആട്ടി പറഞ്ഞയച്ചാലും വേണ്ടില്ല. മാമൻ അയാളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യും മോളെ? മാമന്റെ ഈ കാല് നിലത്തുറച്ചിട്ട് വേണ്ടേ? മോളെ എന്തു പറ്റി? മോള് അയാളെ ഇത് കൂട്ട? അപ്പോ കൂട്ടായോ? എന്റെ ഭഗവതി, പിണക്കമൊക്കെ തീർന്നു. ഒരുപാട് വേദനിച്ചോ? ഈ പാതിരായ്ക്ക് ഇങ്ങോട്ട് ഓടി വരണം ആരെങ്കിലും കണ്ടാല്? പാതിരാക്ക് ഒരാൾ ഇറങ്ങിയിടുന്നിട്ട് ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ വരാണ്ടിരിക്കുക? തന്നെ എന്നെ ഇങ്ങനെ ഒരിടത്ത് ഈ നേരത്ത് കണ്ടാല് ആളുകള് എന്താ പറയാന്നറിയോ? പറഞ്ഞോട്ടെ, പറയണത് എനിക്ക് ഇഷ്ടാ. പാതിരായ്ക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു കലാകാരനെ ഒരു കൂട്ടം പേർ ചേർന്ന് കയ്യേറ്റം ചെയ്ത വാർത്ത ഞാൻ അറിഞ്ഞപ്പോ വളരെ ലേറ്റ് ആയി പോയി. ഞാനെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ അറിഞ്ഞാൽ വെല്ലുവിളിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ശത്രുവിനെതിരെ.